കരീബിയൻ കടലിൽ നിന്ന് അമേരിക്ക വീണ്ടും കപ്പൽ റാഞ്ചി. ഇതോടെ ഇതിന് ശക്തമായിരിക്കുന്ന പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് റഷ്യയും ചൈനയും തീരുമാനിച്ചിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി പുറത്തു വരുന്നത്. സർവാധിപത്യം പിടിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്താരാഷ്ട്ര പാത കയ്യേറിക്കൊണ്ട് എണ്ണ ടാങ്കുമായിട്ട് പോകുന്ന കപ്പലുകളെ ഒന്നിനു പിറകെ ഒന്നായിട്ട് അമേരിക്ക റാഞ്ചിയെടുക്കുന്നത്. ഗുണ്ടായിസത്തിൻ്റെ പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് അമേരിക്ക ചെയ്യുന്നത് എന്നതിനാൽ ഇതിന് ഒരു സമാധാനമായിരിക്കുന്ന ഫോർമുലകളൊന്നുമില്ല. പ്രതിരോധമുണ്ടാക്കുക എന്നതിനപ്പുറം മറ്റ് പോംവഴികളും ഒന്നുമില്ല എന്നുള്ളിടത്തേക്ക് റഷ്യയും ചൈനയും ഏറെക്കുറെ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം ലോകത്തെ അതിശയിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിടിച്ചെടുക്കുന്ന ഒലീവ എന്ന് പറയുന്ന ഒരു എണ്ണക്കപ്പലാണ്. ഇത് വെനിസ്വലൻ തീരത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വെനിസ്വലൻ തീരത്ത് നിന്ന് എണ്ണ നിറച്ചുകൊണ്ട് പോകുന്ന കപ്പലാണ്. അത് റഷ്യയിലേക്കാണോ ചൈനയിലേക്കാണോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്കാണോ എന്നുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വന്നില്ല. ഒലീവ് എന്ന് പറയുന്നതിൻ്റെ മുൻപായിട്ട് മിനിർവ എന്ന് പറയുന്ന മിനിർവ എം എന്ന് പറയുന്ന കപ്പൽ പിടിച്ചെടുത്തു. അതിനോടനുബന്ധിച്ച് തന്നെ ടൈമർ, ലേസ്റ്റ്, സ്കിപ്പർ, ബെല്ല ഒന്ന്, ടോട്ടൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് 5 കപ്പലിനെയാണ് അമേരിക്ക പിടിച്ചെടുത്തത്. ഇതിങ്ങനെ കയറുകൂടി വിടുന്ന സമയത്ത് വിഷയം എന്ന് പറയുന്നത് ഈ മേഖലയിൽ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സുരക്ഷിതത്വം തേടി ആളുകൾ വരുന്ന ഒരു സ്ഥിതികൾ ഉണ്ടാവും, അഥവാ ഈ മേഖല അപകടകരമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കും എന്നതിനാൽ പെട്രോളിയം വാങ്ങാൻ വേണ്ടി ആളില്ലാത്തൊരു സാഹചര്യം വരും. ഇത് രാജ്യത്തിന് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കും. പ്രത്യേകിച്ച് റഷ്യയിലേക്ക് എത്തുന്നത്, റഷ്യയും വെനിസ്വലയുമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള പെട്രോളിയം കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയുണ്ട്. ആ കരാർ വ്യവസ്ഥ പ്രകാരം അന്താരാഷ്ട്ര ചാനലിലൂടെ തന്നെയാണ് ഈ കപ്പലുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പോൾ അമേരിക്ക തടസ്സം നിൽക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചൈനയും റഷ്യയും ഒത്തുകൂടുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും അതൊരു അപകടകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ളത് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുകയാണ്. സമുദ്ര നിയമവ്യവസ്ഥകളെ ലംഘിച്ച് ആയുധം കൊണ്ട് മറുപടി പറയും എന്നാണ് ഈ റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ചില പത്രക്കുറിപ്പുകളൊക്കെ കാണുന്നത്. റഷ്യയുടെ ഗവൺമെൻറ് തരത്തിലുള്ള ഔദ്യോഗിക റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും ഇത് അപകട സൂചനമാണ് എന്ന് മുന്നറിയിപ്പാണ് കിട്ടുന്നത്. അഥവാ റഷ്യയും അമേരിക്കയും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം കരീബിയൻ കടൽ കേന്ദ്രീകരിച്ച് ഉണ്ടാവുകയാണെങ്കിൽ അത് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം അവസാനിക്കുന്നിടത്തേക്ക് എത്തില്ല. വ്യാപകമായിരിക്കുന്ന ഒരു ഏറ്റുമുട്ടലിലേക്കോ ദുരന്തത്തിലേക്കോ കാര്യങ്ങൾ എത്തും. അതോടൊപ്പം ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ആക്രമണം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇത് ലോകാടിസ്ഥാനത്തിലുള്ള സർവാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് എന്ന് പോലും വ്യാഖ്യാനിക്കുന്നു. റഷ്യ ഉയരാൻ പാടില്ലെന്നും റഷ്യക്ക് മേൽ മറ്റൊരു രാജ്യത്തിൽ ആധിപത്യം ഉണ്ടാവാൻ പാടില്ലെന്നും ഉറച്ചു വിശ്വസിക്കുന്ന രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ടാണ് നിരന്തരം എല്ലാ രാജ്യത്തിലേക്കും അവരിങ്ങനെ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഈ അമേരിക്കയിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ബൈഡൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായതാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയത്തിലേക്ക് ഇടപെട്ടുകൊണ്ട് നമ്മുടെ സാമ്പത്തികപരമായിരിക്കുന്ന വിഷയം, അതോടൊപ്പം തന്നെ സൈനിക നഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. ഇറാഖിൽ നിന്ന് നമ്മളൊരു പാഠം പഠിച്ചിട്ടുണ്ട്. 5000-ലധികം സൈനികർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ ഇപ്പോഴും ഏറെക്കുറെ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന കാരണത്താൽ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് ഇടപെടുന്ന സമയത്ത് നമ്മൾ വലിയ രീതിയിലുള്ള നിയന്ത്രണം വേണമെന്ന് അന്ന് തന്നെ തീരുമാനിച്ചതാണ്. ഇപ്പോൾ ആ നിയന്ത്രണം മറികടന്നുകൊണ്ട് മറ്റു രാജ്യ വിഷയങ്ങളിലേക്ക് ഇടപെടുന്ന സമയത്ത് നമ്മുടെ രാജ്യ പൗരന്മാർ, ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഉള്ളവർ പോലും യഥാർത്ഥത്തിൽ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത് എന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ അറ്റ്ലാന്റിക് സമുദ്രം, കരീബിയൻ കടൽ പോലെയുള്ള മേഖലകളിലൊക്കെ ഇപ്പോൾ അമേരിക്ക വലിയ രീതിയിൽ സർവാധിപത്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി അറേബ്യൻ മേഖലയിലേക്കും ഈ മറ്റ് മേഖലയിലേക്കും മാറുകയില്ല എന്ന് പറയാനൊന്നും പറ്റില്ല. ഇതിനു മുൻപ് തന്നെ ഇസ്രായേലിന് സഹായം പ്രഖ്യാപിച്ചുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് 4-ലധികം യുദ്ധക്കപ്പലുകൾ വന്നിരുന്നു. മെഡിറ്ററേനിയൻ കടലിലെ സർവ്വ മേഖലയും നിയന്ത്രിക്കുന്ന തരത്തിലായിരുന്നു അമേരിക്കയുടെ കപ്പൽ വിന്യാസം എന്ന് അന്ന് തന്നെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഏതെങ്കിലും രാജ്യം ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ അതിന് പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് കപ്പൽ എത്തിയതെങ്കിൽ പോലും ആ മേഖലയിൽ നിന്ന്
ആയുധ കൈമാറ്റം ഇസ്രായേലിന് നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും ഇതിനിടെ തന്നെ പുറത്തു വന്നതാണ്. അത് അൽ ജസീറയുടെ ചാനൽ തന്നെ ഈ റിപ്പോർട്ട് പ്രാധാന്യത്തോടു കൂടി വന്നിട്ടുണ്ട്. അഥവാ അമേരിക്കയുടെ യുദ്ധക്കപ്പലിൽ നിന്ന് ഇസ്രായേലിൻ്റെ സൈനികർക്ക് ആയുധം കൈമാറി എന്ന് പറഞ്ഞാൽ അത് ഫലസ്തീനിലെ ഗസയ്ക്ക് നേരെ ആക്രമണം നടത്താനാണ് എന്നുള്ളത് ഏറെക്കുറെ സ്ഥിരീകരണമാണ്. അത് അൽ ജസീറയെ സംബന്ധിച്ചിടത്തോളം അൽ ജസീറയ്ക്ക് മറ്റൊരു റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഒരു സംശയത്തിൻ്റെ മുന്നിലാണ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മെഡിറ്ററേനിയൻ കടലിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ കപ്പൽ ഉണ്ടായത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ വലിയ നാശങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് അമേരിക്കയുടെ പടക്കപ്പലുകളും യുദ്ധക്കപ്പലുകളും ഒക്കെ നങ്കൂരമിട്ടിരിക്കുന്നത്. അതിനോട് ഏറ്റുമുട്ടാവുന്ന തരത്തിലാണ് ഇപ്പോൾ റഷ്യ അതിനുള്ള അവസര സാഹചര്യങ്ങൾ ഒരുക്കുന്നത്. റഷ്യയും ചൈനയും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. 5459 ആണവ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആണവ ബോംബുകൾ റഷ്യയുടെ കൈവശത്തിലുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യമാണ്. അവരുടെ കയ്യിൽ ഇത്രയും ബോംബുകളുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് 5459 എന്ന് പറയുമ്പോൾ അതുപോലെയുള്ള ബോംബുകളിൽ നിന്ന് വെറും 2 മാത്രമാണ് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ടത്. ഒരു ആണവ ബോംബ് സ്ഫോടനത്തിൻ്റെ ദുരന്തം എന്ന് പറഞ്ഞാൽ 100,000 ആളുകളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു സമയത്ത് മരണപ്പെടും. പിന്നീട് അതിനോട് അനുബന്ധിച്ച് മൃഗങ്ങളാണെങ്കിലും സസ്യങ്ങളാണെങ്കിലും ജീവജാലങ്ങളാണെങ്കിലും അതെല്ലാം നശിക്കപ്പെടും. ഭൂമി പോലും കരിഞ്ഞുണങ്ങുന്നൊരു സ്ഥിതിയിലേക്ക് വരും. ഈ സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതിൻ്റെ ആദ്യ പരീക്ഷണം 2ാം ലോക യുദ്ധത്തിൽ നടന്നിട്ടുണ്ട്. നാഗസാക്കിയിലിട്ട ബോംബിൽ 1.25 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലോകത്തിൽ ഏറ്റവും ശക്തരായിരിക്കുന്ന ആണവ റിയാക്ടറുള്ള ആണവ കേന്ദ്രങ്ങളും ആണവ ബോംബുകളുമുള്ള അമേരിക്കയും 2ാം സ്ഥാനത്തിരിക്കുന്ന റഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് യഥാർത്ഥത്തിൽ നല്ലൊരു രീതിയിൽ അവസാനിക്കില്ല എന്ന് ലോകത്തിന് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെടുക്കുന്ന ഈ ഗുണ്ടായിസവും അവസാനിപ്പിച്ചുകൊണ്ട് ലോക മനുഷ്യരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയിലേക്ക് അമേരിക്ക നീങ്ങണം എന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ജോൺ പോൾ മാർപ്പാപ്പ പോലും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതിന് മുൻപത്തെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഗസയ്ക്ക് വലിയ രീതിയിൽ പിന്തുണ അദ്ദേഹം നൽകിയിരുന്നു. അക്രമങ്ങളും കൂട്ടക്കൊലകളും ഒരിക്കലും അത് ഗുണപരമായി ഭവിക്കില്ല, അത് അശാന്തി മാത്രമേ ഉണ്ടാക്കൂ. സമാധാനപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണമെങ്കിൽ ഇവിടെ സൈനികമായി ബലവും ശക്തിയുമുള്ളവർ ക്ഷമ കാണിക്കണം. മറ്റുള്ള രാജ്യങ്ങൾക്ക് നേരെയുള്ള വെടിവെപ്പടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് പിന്മാറണം എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെയാണ് അദ്ദേഹം അന്ന് പുറപ്പെടുവിച്ചത്. അതിൻ്റെ ഒരു തുടർച്ച യഥാർത്ഥത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ 5 കപ്പൽ പിടിക്കപ്പെട്ടു. 5 കപ്പൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് സമാധാനം എന്ന വാക്ക് പ്രയോഗിച്ചുകൊണ്ട് ശാന്തമായിരിക്കാനൊന്നും റഷ്യക്ക് സാധിക്കില്ല, ചൈനക്കും സാധിക്കില്ല. കാര്യം ലക്ഷ്യം വെക്കുന്നത് ചൈനയും റഷ്യയുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇറാനെയാണ്. ചില സമയത്ത് ഇറാൻ 1ാം സ്ഥാനത്തും റഷ്യ 2ാം സ്ഥാനത്ത് പോലും ആവുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ നാശം വിതക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരു രാജ്യത്തിൻ്റെ ആന്തരികമായിരിക്കുന്ന മേഖലയിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അവരെ നാശം വിതക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് മോചിക്കപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ എന്ന് പറയുന്നത്. തമ്മാട് ലിസ്റ്റിൽ 10 രാജ്യങ്ങളെ ഉൾക്കൊള്ളിച്ചതിൽ നിന്ന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ നിലനിൽക്കുകയും ഇപ്പോഴും അമേരിക്കക്കെതിരെ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു രാജ്യത്തിൻ്റെ പേരുണ്ടെങ്കിൽ അത് ഇറാൻ്റെ പേര് മാത്രമാണ്. അത് ഇപ്പോഴും ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് വലിയ ആശങ്കയും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാം കൂടി ഒരു ഭയപ്പെടുത്തുക എന്നുള്ളതും ഇതിൻ്റെ ഉദ്ദേശമുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ റഷ്യയുടെ പതാക പതിച്ചിരിക്കുന്ന കപ്പൽ അത് ബെല്ല 1 ആണ്. അത് തിരിച്ചു കിട്ടാത്തൊരു സാഹചര്യങ്ങളുണ്ടായാൽ അതിൽ നിന്ന് റഷ്യ അമേരിക്കയുടെ സൈനികരെ ആക്രമിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതൊരു 3ാം ലോക യുദ്ധത്തിൽ അല്ലാതെ ചെന്ന് അവസാനിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാര്യം അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ശക്തരായിരിക്കുന്ന രാജ്യം ആരാണ് എന്ന ചോദ്യത്തിനുള്ള ബലപരീക്ഷണമാണ് റഷ്യയും അമേരിക്കയും നടത്തുന്നത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. എന്നതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധം ഇനി ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ സർവനാശം ലോകത്താകമാനം വ്യാപിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.